ജീവിതത്തിൽ വ്യത്യസ്തമായ പല ആചാരങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. ഈ ആചാരങ്ങളൊക്കെ എന്തിനാണ് നമ്മുടെ പൂർവികന്മാരെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചാൽ, ഈ ആചാരങ്ങളിലൂടെ നമ്മൾ അറിയേണ്ട കുറേ അറിവുകളുണ്ട്, അതിനുള്ളിൽ ചേർത്ത് വെച്ചിരിക്കുന്ന കുറേ ആശയങ്ങൾ ഉണ്ട്. ഈ അറിവുകളെ ജീവിതത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആചാരങ്ങളെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ ആചാരങ്ങളെ അതേപടി പിന്തുടരുകാനല്ല നമ്മൾ പഠിക്കേണ്ടത്. ഏതൊരു ആചാരവും നമ്മുടെ മുന്നിൽ കാട്ടുന്ന സമയത്ത് അതെന്തിനാണ് എന്ന് അന്വേഷിച്ച് ബോധ്യം വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആചരിക്കേണ്ടത്. ഇല്ലാതെ ആചരിച്ചാൽ അത് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഒരർത്ഥവും ഇല്ലാതെ നമ്മൾ വൃഥാ ആചരിച്ചതിന് തുല്യമായി മാറും. നമ്മൾ ഈശ്വരപൂജ പ്രത്യേകിച്ചും അതിലേത് സമ്പ്രദായം, ഏതൊക്കെ ആചാര്യന്മാർ എന്തു പറഞ്ഞാലും അതെന്തിനാണ് എന്ന് ചോദിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? നമുക്കുണ്ട്. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം മുമ്പിൽ നടന്നുപോയ ഒരാൾ കാല് തെറ്റിപ്പോൾ നിലത്ത് വീഴാതിരിക്കും കൈ ഒന്ന് കുത്തി, മനസ്സിലായില്ലേ? ഒന്ന് മുന്നോട്ട് പറഞ്ഞപ്പോൾ കൈ ഒന്ന് കുത്തി, കൈ കുത്തിയാണ് കൈ നിലത്ത് കുത്തിക്കൊണ്ട് ശംഭോ മഹാദേവ എന്ന് പറഞ്ഞുകൊണ്ട് വീഴാത്തതിന്റെ ആ സന്തോഷം കൊണ്ട് ശംഭോ മഹാദേവ എന്ന് പറഞ്ഞ് നടന്നുപോയി. ഇതിന്റെ പുറകെ വരുന്ന നമ്മുടെ വീടിനില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ് എന്ത് ചെയ്യും? നമ്മൾ കൈ കുത്തും. എന്താ കാരണം? നമ്മുടെ ധാരണ ഇതാണ് ആചാരം, മനസ്സിലായില്ലേ എന്ന് വിചാരിക്കും. ഇത് ആചരണമാണ്. എന്തെങ്കിലും അർത്ഥം ഉണ്ടായിട്ടാണോ അയാൾ കൈകുത്തിയത്? ആദ്യത്താണ് ആണോ? അയാൾ വീഴാതിരിക്കാൻ കൈകുത്തിയതാണ്. ഒന്നുകിൽ തല കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കാല എന്തെങ്കിലും തട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇടറിയിട്ടുണ്ടാവും. അപ്പൊ അയാൾ മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അയാൾ നിലത്ത് കുനിഞ്ഞപ്പോൾ അയാൾ കൈയൊന്ന് കുത്തി പറഞ്ഞു. അയാൾ നടന്നുപോയി. അയാളെ പുറകെ വന്നാൾ ഇത് കാണിച്ചു, അതിന്റെ പുറകെ വന്ന ഒരാൾ കാണിച്ചു. കുറെ നാൾ കഴിയുമ്പോൾ നമ്മൾ പറയും, ആ അമ്പലത്തിൽ ആചാരം കയറുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യണം? മനസ്സിലായില്ലേ? അങ്ങനെ തെറ്റായ രീതിയിൽ ചിലത് പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ തെറ്റായ രീതിയിൽ ചിലത് പ്രചരിക്കപ്പെടുമ്പോൾ ഒരർത്ഥവും ഇല്ലാത്ത ആചരണങ്ങളെ ആചാരമെന്ന് തെറ്റിദ്ധരിച്ച് അതിന് യാതൊരു വിധമായ അടിസ്ഥാനവും ഇല്ലാതെ നമ്മൾ പിന്തുടരുമ്പോൾ നമ്മൾ വെട്ടികളാക്കപ്പെടും. അതുകൊണ്ട് ഏതൊരു ആചാരത്തിൻ്റെയും അർത്ഥം നമ്മൾ അറിയണം. അതിനൊരു ഉദാഹരണത്തിനൊരു നല്ല കഥ നമുക്ക് ചർച്ച ചെയ്യാം, അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരിക്കൽ ഒരു രാജകൊട്ടാരത്തിൽ ഒരു ദിവ്യ മുഹൂർത്തത്തിൽ ഒരു പൂജ നടക്കണം. 21 വർഷത്തിൽ ഒരിക്കലാണ് ആ മുഹൂർത്തം വരുന്നത്. ആ ദിവ്യ മുഹൂർത്തത്തിൽ ഏറ്റവും ഉത്തമമായ മുഹൂർത്തത്തിൽ ആ പൂജ നടന്നാൽ ആ രാജ്യത്തും രാജാവിനും ഒക്കെ വളരെ വലിയ ഐശ്വര്യം ഉണ്ടാകും. അപ്പൊ അദ്ദേഹം ഈ പൂജയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി. അപ്പൊ ഈ പൂജ ചെയ്യുന്നത് വളരെ ദിവ്യമായ മുഹൂർത്തമായിട്ട് അതിന് അർഹനായ യോഗ്യനായ പൂജാരി വേണം എന്ത് ചെയ്യേണ്ടത്, ഈ പൂജ ചെയ്യേണ്ടത്. അങ്ങനെ ഇദ്ദേഹം മന്ത്രിമാരോട് ആലോചിച്ചു. മന്ത്രിമാര് പറഞ്ഞു, ഇന്ന ദേശത്തൊരു പൂജാരിയുണ്ട്, അദ്ദേഹം വളരെ ശ്രേഷ്ഠനായ പൂജാരിയാണ്, അദ്ദേഹത്തെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ടു. കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. ഇനി ആരെ കൊണ്ടാണ് ചെയ്യിക്കുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ കുഴപ്പമില്ല, അദ്ദേഹം പൂജ ചെയ്യുന്ന ആളാണ്, എന്നാൽ പിന്നെ ആ കുടുംബത്ത് തന്നെയുള്ള ആളിനെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞ് മകനെ ഈ പൂജയ്ക്ക് വേണ്ടി ക്ഷണിച്ചു. മകനാകട്ടെ വീട് വിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പുറത്തേക്കൊരു പൂജയ്ക്ക് പോകുന്നത്. മകന് ഭയങ്കര സന്തോഷമായി. കാരണം രാജകൊട്ടാരത്തിലെ പൂജയ്ക്കാണ് ക്ഷണിക്കപ്പെട്ടത് അല്ലേ? വലിയ സമ്പത്തൊക്കെ കിട്ടും, ദക്ഷിണയായിട്ട് വലിയ സമ്പത്ത് കിട്ടും. അതിനേക്കാൾ ഉപരി ജനങ്ങളുടെ നല്ല പേര് കിട്ടും. കാരണം എന്താ, കൊട്ടാരത്തിലെ പൂജ ചെയ്ത ആളെന്നൊക്കെ വരുമ്പോഴത്തേക്ക് വലിയ പേര് കിട്ടും. ഇതൊക്കെ സന്തോഷത്തോടു കൂടി ഇദ്ദേഹം പൂജ ചെയ്യാൻ വേണ്ടി പോയി. ഇദ്ദേഹം പൂജ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും എടുത്ത് പൂജാദ്രവ്യങ്ങളൊക്കെ ഒരുക്കി തയ്യാറാക്കി ഇതൊക്കെ ആയിട്ടാണ് ഇദ്ദേഹം പരിചാരകരും ഒക്കെ ആയിട്ടാണ് അവിടേക്ക് പോകുന്നത്. ഇങ്ങനെ പോകുന്ന സമയത്ത് ഇദ്ദേഹം വീട്ടിലുള്ള ഒരു പൂച്ചയുണ്ട്. ഈ പൂച്ചയെ പിടിച്ചൊരു കൂടിനകത്തിട്ട് അതിനെയും കൂടെ കയ്യിലെടുത്തു. എന്നിട്ടൊരു കൊട്ടയും കൂടി അഡീഷണൽ ആയിട്ട് കൊണ്ടുപോകും. അപ്പൊ ഇങ്ങനെയാണ് കൊട്ടാരത്തിൽ ചെന്നത്. കൊട്ടാരത്തിൽ ചെന്ന് പൂജയ്ക്ക് എല്ലാ കളമൊക്കെ ഒരുക്കി ഹോമകുണ്ടമൊക്കെ റെഡിയാക്കി വിളക്കൊക്കെ കത്തിച്ച് വെച്ച് എല്ലാം റെഡിയാക്കി പൂജയ്ക്ക് ഇരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം ചെന്നിട്ട് ഈ കൂട് തുറന്ന് പൂച്ചയെ പിടിച്ച് കൊട്ടയുടെ അടിയിലിടാൻ വേണ്ടി, കൊട്ടയുടെ അടിയിൽ ഇതെന്തിനാണെന്നൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാം. ഇത് ഈ കൊട്ടയുടെ അടിയിൽ പൂച്ചയെ പിടിച്ചിടാൻ വേണ്ടി കൂട് തുറന്ന് പൂച്ചയെ പിടിച്ച് കൊട്ടയുടെ അടിയിലിടാൻ വേണ്ടി ഒരുങ്ങി. ഈ സമയത്ത് ഒരു എലി ഓടിപ്പോയി. ഈ എലിയെ കണ്ടു കഴിഞ്ഞാൽ പൂച്ചയുടെ അവസ്ഥ എന്തായിരിക്കും? അത് വളരെ വെപ്രാളത്തിൽ എന്ത് ചെയ്തു, എലിയെ പിടിക്കാൻ വേണ്ടി അങ്ങ് ചാടിയതോടുകൂടി ഇദ്ദേഹത്തിന്റെ പിടിവിട്ട് പൂച്ച പോയി. ഈ പൂച്ചയെ പിടിച്ചാലേ പൂജ നടക്കത്തുള്ളൂ ഇദ്ദേഹം പറഞ്ഞു കേട്ടുണ്ട്. ഭടന്മാരെല്ലാം കൂടെ കുന്തവും വാളുമായിട്ട് ആരെ പുറകിൽ ഓടി? പൂച്ചയുടെ പുറകിൽ ഓടി. ഈ എലിയെ കിട്ടിയില്ലേലും വേണ്ടിയില്ല, ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി പൂച്ച ഓടാറുണ്ട്. കാര്യം എന്താ,
തിന്നാനുള്ള എലിയെ കിട്ടിയില്ലെങ്കിൽ പുറകെ വരുന്നവരെ കയ്യിലിരിക്കുന്നതൊക്കെ കൊണ്ടുപോകും വാളോ എലി. പൂച്ചക്കറിയില്ലല്ലോ എന്നെ പിടിച്ച് കൊട്ടയുടെ ഇടാനാണ് ഈ വാളുമായിട്ട് വരുന്നത്. അത് പേടിച്ച് അത് ഓടാൻ തുടങ്ങി. ഇതിനെ പിടികിട്ടാതെ ഈ സമയം കടന്നുപോയി. മനസ്സിലായില്ലേ? ഈ പൂജയ്ക്കുള്ള മുഹൂർത്തം മുഴുവൻ കടന്നുപോയി. ഈ പൂജയെ കിട്ടാതെ ഇവരെല്ലാവരും ചെന്ന് നിർബന്ധിച്ചു. രാജാവൊക്കെ പറഞ്ഞു നിങ്ങൾ പൂജ ചെയ്യും. പറ്റില്ല, പൂജയെ അടച്ചിട്ടേ പൂജയോ. ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ആചാരം. മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ അച്ഛനൊക്കെ കാണിച്ചു തന്ന ആചാരം ഇതാണ്. ഈ ആചാരം തെറ്റിച്ച് പൂജ ചെയ്താൽ ഫലം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇയാൾ തർക്കിച്ചു. അവസാനം പൂജ മുടങ്ങി, പൂജ നടന്നില്ല. രാജാവിന് ദേഷ്യമായി. ദക്ഷിണ കൊടുക്കുന്നതിന് പകരം പിടിച്ച് കെട്ടി ചാട്ടവാറ് കൊണ്ട് ദേഹം മുഴുവൻ അടിച്ചൊക്കെ പൊളിച്ചു. മനസ്സിലായോ? മുഴുവൻ ദേഹം അടിച്ചു പൊളിച്ചു. ഈ അടിയൊക്കെ കെട്ടിയിട്ട് അടിയൊക്കെ കെട്ടി അടിയെല്ലാം കഴിഞ്ഞ് അഴിച്ചു വിട്ടപ്പോൾ പൂച്ച തളർന്ന് ഒരു സൈഡിൽ പോയി കിടന്നു. പൂച്ചയെ പിടികിട്ടി. അപ്പോൾ ഭടന്മാർ പിടിച്ചോണ്ട് വന്നു. പൂച്ചയെ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഈ മുഹൂർത്തം കഴിഞ്ഞു. ഇയാൾ ഈ പൂച്ചയൊക്കെ ആയിട്ട് നേരെ തിരിച്ച് വളരെ വിഷമത്തോടു കൂടി ദുഃഖത്തോടു കൂടി ഉള്ള അടിയും കിട്ടി. പണം കിട്ടാൻ വേണ്ടി പോയിരുന്നതൊന്നും കിട്ടിയതുമില്ല. തിരിച്ച് ഇയാൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ വീട്ടുകാരൊക്കെ കാത്തിരിക്കുകയാണ് ഈ പൂജ കഴിഞ്ഞ് വരുന്ന ആ ഒരു സന്തോഷത്തോടു കൂടി ഇദ്ദേഹം വരുന്നത് കാണാൻ. ഇദ്ദേഹം വന്നപ്പോൾ വളരെ വിഷമിച്ചു വരുന്നു. അപ്പോൾ കാര്യം ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, രാജാവ് വളരെ ദുഷ്ടനാണ്, എന്നെ അടിച്ചു, എനിക്ക് പൂജ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ചോദിച്ചു എന്താ കാര്യം? ഈ പൂച്ചയെ പിടിച്ചിട്ടിട്ടാണല്ലോ ഈ വീട്ടിൽ പണ്ട് തൊട്ടേ പൂജ ചെയ്തിരുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ പൂച്ചയെ പിടിച്ചിടാൻ നോക്കിയപ്പോൾ അത് പറ്റിയില്ല, പൂച്ച ഓടിക്കളഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ട മുത്തശ്ശി, ഈ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അമ്മ, വളരെ പ്രായമുള്ള സ്ത്രീയാണ്, അവർ ചോദിച്ചിട്ട് ആ പണ്ട നീ എന്തിനാടാ ഈ പണിക്ക് പോയത് എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു മുത്തശ്ശി എന്താ പറയുന്നത്? അച്ഛൻ എപ്പോഴും പൂജ ചെയ്യുമ്പോൾ ആ പൂച്ചയെ പിടിച്ച് അടച്ചിട്ടിട്ടല്ലേ പൂജ ചെയ്യുന്നത്, ഞാൻ അത് കണ്ടല്ലേ വളർന്നത്, അപ്പോൾ അത് ചെയ്യാതെ പൂജ ചെയ്യാൻ പാടുണ്ടോ? അച്ഛൻ കാട്ടിത്തന്ന മാർഗത്തിലല്ലേ മോൻ സഞ്ചരിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ മുത്തശ്ശി പറഞ്ഞില്ല, വിവരദോഷി, നിന്റെ അച്ഛൻ വീട്ടിൽ പൂജ ചെയ്യുമ്പോൾ ഈ പായസവും അവലും മലരും ഒക്കെ എടുത്തു വെച്ചിട്ട് അദ്ദേഹം കണ്ണടച്ചുകൊണ്ടിരുന്ന് മന്ത്രം ജപിക്കുമ്പോൾ ഈ പൂച്ച ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതെല്ലാം കൂടെ കട്ട് തിന്നാറുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യും, പൂജ തുടങ്ങുന്നതിന് എന്തെങ്കിലും ഒരു ഇച്ചിരി അവിലോ മലര ഇട്ട് കൊടുത്തിട്ട് പൂച്ച വന്ന് തിന്നുമ്പോൾ കൊട്ടയെടുത്ത് അടയ്ക്കുന്നത്. മനസ്സിലായില്ലേ? ഈ പൂച്ചയുടെ ശല്യം ഉണ്ടാവാതിരിക്കാനാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ കൊട്ടയെടുത്ത് വീട്ടിൽ പൂച്ച അടച്ചിട്ട് വെക്കുന്നത്. പക്ഷെ ഈ മകന്റെ ധാരണ എന്താ? പൂച്ച അടച്ചാലേ ഫലം കിട്ടത്തോളന്നുള്ളത്. പറഞ്ഞ മനസ്സിലായില്ലേ? ആചാരവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. മുമ്പിൽ പാൽപ്പായസം ഉണ്ടാക്കി വെച്ചാൽ അത് കട്ട് നക്കാതിരിക്കാൻ വേണ്ടിയാണ് പൂച്ചയെ പിടിച്ചടയ്ക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ ഈ മകൻ ഇത് പിന്തുടർന്നത് കൊണ്ട് അദ്ദേഹത്തിന് പിന്നീട് ഒരിക്കലും പൂജയ്ക്ക് ആരും വിളിക്കാത്ത അവസ്ഥയായി. കാരണം കൊട്ടാരത്തിൽ പോയിട്ട് അടിയും കിട്ടി വന്ന പൂജാരിയെ പിന്നെ ആരും വിളിക്കുമോ? ആരും വിളിക്കുക. രാജാവ് പറഞ്ഞു, നീ എവിടെങ്കിലും നീ പൂജ ചെയ്യുന്നുണ്ടാ നിന്റെ കൈ വെട്ടി കളയുന്നു പറഞ്ഞു. അതോടുകൂടി പിന്നെ പൂജ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആയിരിക്കും വന്നു ഈ പുരോഹിതന് വന്നു. ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതുപോലെ ഒരർത്ഥവുമില്ലാത്ത പലതിനെയും നമ്മൾ ആചാരങ്ങളെന്ന് വിചാരിച്ച് കൊണ്ടു നടക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഏതൊരു കർമ്മം പറഞ്ഞാലും ഏതൊരു കാര്യം പറഞ്ഞാലും നമ്മുടെ ബുദ്ധിയുണ്ട്. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അത് ചിന്തിച്ച് ശരിയാണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാവൂ. ഇല്ലാതെ നമ്മൾ ജ്യോത്സ്യം പറയുന്നതും ആരെങ്കിലും പറയുന്നതും പേടിപ്പിക്കുന്നതും കേട്ട് നടന്നാൽ ജീവിതകാലം മുഴുവൻ നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. ശരിയല്ലേ? ആണോ അല്ലേ? കാരണം എന്താ? നമ്മുടെ ഉള്ളിലൊക്കെ ഭയമുണ്ട്. ഈ ഭയത്തെ ഒന്ന് ഭയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറക്കം വരുമോ? അപ്പൊ നിങ്ങളടുത്ത് 3-4 പേരുടെ ഞാൻ ഇവിടെ നിന്നോട്ട് പറയാ, ഇന്ന നക്ഷത്രത്തിലുള്ളവർക്കൊക്കെ ഇന്ന ദോഷങ്ങളുണ്ട്, അവർക്ക് രോഗം വരാൻ സാധ്യതയുണ്ട്, അവർക്ക് പേരുദോഷം വരാൻ സാധ്യതയുണ്ട്, അവർക്ക് അപകടം വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് നാളെ ഒരു പൂജയുണ്ട് നടത്തണമെന്ന് പറഞ്ഞാൽ ഈ നാളുകാർ ഇത്രയും പേര് നടത്തത്തില്ല. കാശില്ലെങ്കിൽ കടം മേടിച്ചെങ്കിലും കൊണ്ട് നടത്തുന്നില്ലയോ? യഥാർത്ഥത്തിൽ ദോഷമുള്ളത് കൊണ്ടാണോ പേടിയുള്ളത് കൊണ്ടാണോ? പേടിയുള്ളത് കൊണ്ടാണ്. ദോഷമൊന്നും കാണുന്നൊന്നുമില്ല. ഇതാണ് ആൾക്കാരെ പറ്റിക്കലും സമ്പ്രദായം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പൂജയും വഴിപാട് നടത്തേണ്ടതെന്നല്ല പറയും. നടത്തുന്നത് എന്തിനാണ്? ഭഗവാനോടുള്ള ഇഷ്ടം കൊണ്ട് നടത്തണം. മനസ്സിലാവുന്നുണ്ടോ? ദോഷം തീരാൻ വേണ്ടി ഒരു പൂജയും ഇല്ല. ഭഗവാന് വേണ്ടി നമുക്ക് ഏത് പൂജയും നടത്താം. ആ പൂജ നടത്താനുള്ള മനസ്സാണ് നമ്മൾ വേണ്ടത്. ഈ ദോഷവും പാപവും പറയുന്നത് എന്തിനാച്ചാൽ പേടിപ്പിക്കാനാണ്. ഏതെങ്കിലും മുൻകൂട്ടി അപകടം പ്രവചിക്കാൻ പറ്റുന്നതാണോ? ആണോ? നമ്മൾ ആലോചിച്ച് നോക്കുക. ഇവിടൊക്കെയാണ് നമ്മൾ വിഡ്ഢിഹീനന്മാരാവരുത്. വിശ്വാസത്തിന്റെ പേരിൽ ചൂഷണം ചെയ്യപ്പെടുന്നവര് ആവരുത്. വിശ്വാസം ഭഗവാനോടുള്ള ഇഷ്ടമാണ്. ഭഗവാന് വേണ്ടി നമ്മൾ കൊടുക്കാവുന്നതിൽ കൂടുതൽ കൊടുക്കണം, സമർപ്പിക്കണം. അത് ഭയന്നിട്ടല്ല. പറഞ്ഞാൽ ആശയം മനസ്സിലായോ?
ഭയന്നിട്ടല്ല. ഭയന്നിട്ട് കൊടുക്കുന്ന 1000 രൂപയും ഭയക്കാതെ കൊടുക്കുന്ന 1000 രൂപയും തമ്മിൽ ഏതാണ് ഏറ്റവും ഗുണം? ഭയക്കാതെ കൊടുക്കുന്നതാണ് അല്ലേ? ആ ഭയക്കാതെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഭഗവാനെ ഭയക്കാൻ പാടില്ല. നമ്മളൊക്കെ പലപ്പോഴും പറയും, ഈ ദൈവഭയം വേണോ വേണ്ടയോ എന്താ നമ്മുടെ അഭിപ്രായം? ദൈവഭയം വേണോ വേണ്ടയോ? വേണോ വേണ്ടയോ? വേണം. നമ്മൾ ഒരിക്കലും ഭക്തരാവാൻ യോഗ്യരല്ല. ആർക്കും വിഷമം തോന്നരുത്. ഒരിക്കലും ദൈവത്തിനെ ഭയക്കാൻ പാടില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതിനെ ഭയക്കുവോ സ്നേഹിക്കുവോ? നമ്മൾ ഭയക്കുന്നത് ഭീകരതയല്ലേ ഭയക്കുന്നത്? അല്ലേ? ഇഷ്ടമില്ലാത്ത വിഷയത്തിലേ നമ്മൾ ഭയക്കത്തുള്ളൂ. ഇഷ്ടമുള്ളതിനെ ആരെങ്കിലും ഭയക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ ഭഗവാനോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയം ആവശ്യമുണ്ടോ? നമ്മൾ തെറ്റായ രീതികൾ ആരോ കാട്ടി പറഞ്ഞു ദൈവഭയം വേണം എന്ന് ആരോ ഒക്കെ മതിൽ എഴുതി വെച്ചു. നമ്മൾ അതൊക്കെ കണ്ടിപ്പോൾ ഭയമുള്ളവരായിട്ടാണ്. നമ്മുടെ ശാസ്ത്രം പറയുന്നത് ഭയം ഉണ്ടാവരുത്, ഈശ്വരനോട് സ്നേഹം ഉണ്ടാവണം, ഈശ്വരനോട് ആരാധന ഉണ്ടാവണം, ബഹുമാനം ഉണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോ? ഭഗവാനോട് നമ്മൾ ഉച്ചയ്ക്ക് പറഞ്ഞു, ഭക്തി എന്ന് പറഞ്ഞാൽ പരമപ്രേമമാണ്. പരമമായ സ്നേഹത്തിൽ ഭയത്തിന്റെ ആവശ്യമുണ്ടോ? ഭയം ഭക്തിക്ക് വിരുദ്ധമായ അവസ്ഥയാണ്. അതുമാത്രമല്ല, ഭയം എന്നത് ഒരു മനുഷ്യനിലെ ഏറ്റവും വലിയ ദുർഗുണമാണ്. നമ്മുടെ ശാസ്ത്രം പറയുന്നത് ഭയം നമ്മുടെ ജീവിതത്തിലെ ദുർഗുണമാണ്. നല്ലതുപോലെ പഠിച്ച ഒരു കുട്ടി, നല്ലതുപോലെ പഠിച്ച പരീക്ഷയ്ക്ക് വരും, പരീക്ഷാ കാളിൽ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ 1-2 ചോദ്യങ്ങൾ പഠിക്കാത്തത് വന്നു. ബാക്കിയൊക്കെ പഠിച്ചതാണ്, ബാക്കിയുള്ളതിന് ഉത്തരവ് എഴുതി നല്ലതുപോലെ ജയിക്കാം. പക്ഷെ ഈ പഠിക്കാത്ത 1-2 കണ്ടപ്പോൾ കുട്ടിയുടെ ഉള്ളിലൊരു ഭയം വന്നു. പിന്നെ പഠിച്ചതും കൂടി തലേന്ന് മറന്നു പോകില്ലേ? പോകത്തില്ലേ? അപ്പൊ ആ കുട്ടിയുടെ ആ പഠിച്ച കഴിവിനെ നഷ്ടപ്പെടുത്തിയത് എന്താ? ഭയമാണ് അല്ലേ? നല്ലതുപോലെ പാടാൻ കഴിയുന്ന ഒരു കുട്ടി വേദിയിൽ വന്ന് പാടുകയാണ്. പാടാനായിട്ട് ഇവിടെ വന്നിരുന്നപ്പോൾ എല്ലാവരും ഇരിക്കുന്ന എല്ലാവരെയും കണ്ടപ്പോൾ അതിനൊരു ഭയം വന്നു. പിന്നെ അതിന് നല്ലപോലെ പാടാൻ പറ്റുമോ? പറ്റില്ല. ഇനി നല്ലതുപോലെ ഒരു ഇന്റർവ്യൂവിന് പോവുകയാണ്. നല്ല സ്മാർട്ടായിട്ടുള്ള, നല്ല കഴിവുള്ള, നല്ല ടാലന്റുള്ള ഒരു വ്യക്തി ഒരു ഇന്റർവ്യൂവിന്, ഒരു ജോലിക്ക് വേണ്ടി ചെല്ലുക. ആ ഇന്റർവ്യൂവിൽ ബോർഡിൽ ചെന്നപ്പോൾ അവിടുത്തെ ചോദ്യങ്ങൾ കേട്ടപ്പോൾ ഒരു ഭയം വന്നു. ആ കുട്ടിക്ക് ശരിയായ ഉത്തരം പറയാൻ പറ്റുമോ? ആത്മവിശ്വാസത്തോടെ ഉത്തരം പറയാൻ പറ്റുമോ? അവിടെ ഇരിക്കുന്നവർ നോക്കുന്ന ആത്മവിശ്വാസമുള്ള തൻ്റെ ഉള്ള ആളിനെ ജോലിക്ക് എടുക്കാനല്ലേ? അതോ ചെന്ന് വിറച്ചുകൊണ്ടിരിക്കുന്ന ആളിനെ എടുക്കാൻ നോക്കുമോ? അവരെടുക്കില്ല. അപ്പൊ ആ കുട്ടിയെ അയോഗ്യയാക്കി, ഈ ഗുണങ്ങളൊക്കെ ഉള്ള ആളിനെ അയോഗ്യയാക്കി മാറ്റിയത് എന്താ? ഭയമല്ലേ? ആണോ അല്ലേ? അപ്പൊ ഭയം ഒരു ഗുണമാണ്. ഇനി മറ്റൊരർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചോക്കെ, നിങ്ങളെ വീട്ടിലൊരു പശുവുണ്ട്, അല്ലെങ്കിൽ ഒരു എരുമയുണ്ട്, എന്തെങ്കിലും വളർത്തുന്നതൊക്കെ ഒരു മൃഗമുണ്ടെന്ന് നോക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഭയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനടുത്ത് ശാന്തമായിട്ട് നിൽക്കാൻ പറ്റുമോ? ഭയം ഉണ്ടെങ്കിൽ പറ്റുമോ? പറ്റില്ല. നമ്മൾ അടുത്ത് പോയി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കും ഇല്ലേ, പേടിച്ചിട്ട്. ശാന്തമായിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഭഗവാനോട് നമുക്ക് ശാന്തമായി നിൽക്കാനല്ലേ നമ്മൾ പഠിക്കേണ്ടത്? അതോ ഭയന്ന് നിൽക്കാനാണ്? ശാന്തമായി നിൽക്കാനാണ്. ഒരിക്കലും ഈശ്വര ഭയം, ഹിന്ദുവിന്റെ ശാസ്ത്രത്തിൽ പറയുന്നത് ഈശ്വരനോട് ഭയം പാടില്ല. ഇതെവിടെയാണെന്ന് ചോദിച്ചാൽ ഭഗവത്ഗീതയിൽ കൃത്യമായി ശ്രീകൃഷ്ണൻ അർജുനനോട് പറയും, ജീവിതത്തിൽ 26 സമ്പത്തുകൾ ഉണ്ടാവണം, ഗുണങ്ങൾ ഉണ്ടാവണം. 16-ാമത്തെ അധ്യായത്തില് ഭഗവാൻ അർജുനോട് പറയും 26 ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവണം. ഈ 26 ഗുണങ്ങളെ മാത്രം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുത്താൽ ജീവിതത്തിൽ ഒരിക്കലും തെറ്റായ വഴിയിലേക്ക് അവർ പോകില്ല. മനസ്സിലായില്ലേ? അവർക്ക് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സിലേക്ക് അവർ വിടേണ്ട ആവശ്യമില്ല. അത്ര ഹയർ എഡ്യൂക്കേഷന് തുല്യമായ രീതിയിലാണ് ഭഗവാൻ 26 സമ്പത്തുക്കൾ, ദൈവിക സമ്പത്ത്. അതിൽ ആദ്യത്തെ ഗുണം ഭഗവാൻ പറയുന്നതെന്നറിയോ? അഭയം തത്വസംശുദ്ധിർ ജ്ഞാനയോഗവ്യവസ്ഥിതി. അഭയം എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ഈ മഴ പെയ്യുമ്പോൾ കുട കൊടുത്ത് കൂടെ നിർത്തുന്നതോ പട്ടി ഓട്ടിക്കുമ്പോൾ പിടിച്ചു നിർത്തുന്നതോ അത് ആ മലയാള വാക്കിലുള്ള അർത്ഥമല്ല. ഇവിടെ അഭയം എന്ന് പറയുന്നത്, ഇവിടെ അഭയം എന്ന് പറയുന്നത് ഭയമില്ലാത്ത അവസ്ഥ. ഭയം എന്നതിന് മുമ്പ് എന്ന ശബ്ദം വന്നാൽ ഇല്ലാത്തത് എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം എടുക്കുന്നത്. അപ്പൊ ഭയമില്ലാത്ത അവസ്ഥ ഉണ്ടാവണം. നിർഭയത്വമുള്ളവനാണ് ഭക്തൻ. മനസ്സിലാവുന്നുണ്ടോ?
അപ്പൊ ഈശ്വരനോട് ഭയം വേണോ വേണ്ടേ? വേണ്ട. ഭയം എന്നത് ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുമ്പോഴാണ് ദൈവത്തിന്റെ പേര് പറഞ്ഞ് പല ചൂഷണങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പലരും കൊണ്ടുവരുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവന തുല്യം നമ്മളെ വളർത്തിയെടുത്ത മാതാപിതാക്കൾ പോലും മരിച്ചു കഴിഞ്ഞാൽ അവര് പിതൃദോഷമാണെന്ന് പറയുന്ന കാപട്യത്തിലേക്ക് ഇന്ന് ഹിന്ദു സമൂഹത്തെയൊക്കെ വഴിതിരിച്ചു വിടുന്നതിന്റെ കാരണം നമ്മളുടെ ഭയത്തെയാണ്. നമുക്ക് വേണ്ടി ജീവിച്ച നമ്മുടെ സ്വന്തം അച്ഛനും അമ്മയും നമുക്ക് വേണ്ടി മാത്രം ജീവിച്ച നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും അല്ലേ, അവര് നമ്മുടെ കൂടെ നിന്നവർ ഒന്ന് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവര് നമുക്ക് ദോഷം ചെയ്യുന്നവരാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാ? നിങ്ങളുടെ ഉള്ളിൽ എന്തുള്ളത് കൊണ്ടാ? ഭയമുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ പല ഭയങ്ങളും പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ എണ്ണം ഇത് കൂടുതലാണ്. ഇപ്പൊ ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളെ ഭയപ്പെടുത്തേണ്ട ആൾക്കാർ നേരെ രസകരമായിട്ടൊരു മറുപടി ആയിരിക്കും പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ആരോടെങ്കിലും പറയുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു ആചാര്യമതിന്, അയാളതൊക്കെ പറഞ്ഞിട്ട് അയാളെ പഠിക്കൂ. അവസാനം അനുഭവിക്കേണ്ടത് നിങ്ങളെ കുടുംബത്തിനാണ് ദോഷം. അതോടുകൂടി തീർന്നു. നമ്മൾ വീണ്ടും വിറയ്ക്കാൻ തുടങ്ങും. ശരിയല്ലേ? ആണോ അല്ലേ? ഞാൻ വളരെ രസകരമായ അനുഭവം കൂടി പറയാം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നാട്ടിലൊരിടത്ത് ഈ ദേവി ദേഹത്ത് വരുന്ന ഒരാളുണ്ടായിരുന്നു. വലിയ പ്രായമുള്ള ആളൊന്നുമല്ല, എന്നേക്കാൾ ഇപ്പോഴത്തെ പ്രായത്തിൽ എന്നേക്കാൾ കുറച്ച് മൂത്ത ആളാണ്. ഒരു 10-15 വർഷം മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തൂടെ ഒരു കാര്യത്തിൽ ഇങ്ങനെ പോകുമ്പോഴാണ് ഞാൻ ആ കാഴ്ച കാണുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് കുറേ ദൂരമുണ്ട്, ഒരു 3-4 കിലോമീറ്റർ വ്യത്യാസത്തിലുള്ള ദൂരമാണ്. അന്ന് നമ്മുടെ ഈ കൂടുതൽ നടന്നു പോകുന്ന ഒരു ശീലം ഉള്ള കാലഘട്ടമാണ്. അപ്പോൾ ഈ നടന്നു പോകുന്ന സമയത്ത് കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നു, ആൾക്കാരൊക്കെ പൊങ്കാലയൊക്കെ ഇടുന്നു. ഇതൊക്കെ കണ്ടിട്ട് സന്ധ്യ സമയത്താണ്. എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി ചെന്നപ്പോഴാണ് പട്ടുപാവാടയൊക്കെ എടുത്തൊരു വലിയ വളഞ്ഞ വാളൊക്കെ പിടിച്ച് മുറുക്കാലൊക്കെ മുറുക്കി നാക്കൊക്കെ നീട്ടി കമ്മലൊക്കെ ഇട്ടൊരു പുരുഷനാണ്. ഭദ്രകാളി ദേഹത്തൊന്നും ഭയങ്കര തുള്ളലും ബഹളവും. ഈ പായസത്തിന്റെ കലമൊക്കെ കുത്തി വാളുകൊണ്ടെടുത്ത് കൈകൊണ്ട് പായസമൊക്കെ ചൂട് പായസമൊക്കെ കോരി നാവിൽ തേക്കുന്നു. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കുന്നു. ആൾക്കാരൊക്കെ ഇങ്ങനെ വിറച്ചുകൊണ്ട് നിൽക്കുക. അമ്മമാരൊക്കെ ഭയങ്കര നാമജപമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക ഈ തുള്ളലൊക്കെ കണ്ട്. ഞാനിത് കണ്ട് കുറേ നേരം നോക്കിയിരുന്നു. എനിക്കതിൽ വലിയ കാര്യമൊന്നുമില്ല, കാരണം ദൈവം ഇങ്ങനെ കിടന്ന് ഭൂമി വിളിക്കുന്ന ആളല്ലെന്നൊരു ബോധമുണ്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെ ഓരോ മനുഷ്യന്റെ മനസ്സളവുമ്പോൾ കാണിക്കുന്ന വിക്രായങ്ങൾ മാത്രമല്ല. അതായത് ദൈവം ഇങ്ങനെ ആരുടെയെങ്കിലും ദേഹത്ത് വന്നിരുന്ന് വിറപ്പിക്കുന്ന ആളൊന്നുമല്ല. പിന്നെ ഇനി ഒരു വെളിച്ചപ്പാട് വരുന്നുണ്ടെങ്കിൽ അതിനൊരു രീതിയുണ്ട്. കൂവാലും ബഹളം വെക്കും അട്ടഹസിക്കലൊന്നും അല്ലല്ലോ ദൈവത്തിന്റെ പണിയാണോ? എന്നിട്ട് അടുത്തിരിക്കുന്ന കൊച്ചുങ്ങളടുത്തോട്ടൊക്കെ അലറിക്കൊണ്ട് ചെല്ലും. കൊച്ചുങ്ങൾ കരയുമ്പോഴത്തേക്ക് ഒന്ന് കുലുങ്ങി ചിരിച്ചുകൊണ്ട് നടന്നു പോകും. ഈ കുഞ്ഞുങ്ങളെയൊക്കെ കരയിക്കലാണോ ദൈവത്തിന്റെ പണി? അപ്പൊ ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഇദ്ദേഹത്തിന്റെ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ഇതിലൊന്നും വലിയ കാര്യം. ഇപ്പൊ പുള്ളി പായസമൊക്കെ കോരി കൊടുക്കുന്ന സമ്പ്രദായമൊക്കെയാണ്. ഇത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഒരു കൊച്ചു പൂജാമുറി പോലെ ഒരു സ്ഥലമുണ്ട്. അപ്പൊ എന്റെ കൂടെ വന്ന ആള് പറഞ്ഞു നമുക്ക് അവിടെ നിന്ന് കയറി കാണാം. ഞാൻ പറഞ്ഞു അതിനെന്താ കയറാം. അങ്ങനെ അകത്തോട്ട് കയറി. അവിടെ ചെന്നിരുന്നപ്പോഴത്തേക്ക് ചില കാര്യങ്ങളൊക്കെ പുള്ളി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇനി ഇന്ന ദോഷമുണ്ട്. ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് പറഞ്ഞു, അതൊക്കെ ഞാൻ സഹിച്ചോളാം, കുഴപ്പമൊന്നുമില്ല, വരുന്നതാണെങ്കിൽ വന്നോട്ടെന്ന് പറഞ്ഞു. അവസാനം പുള്ളി പരമാവധി ഭയപ്പെടുത്താൻ പറ്റുന്ന ഒരു വസൂരി വരും. 7 ദിവസത്തിനുള്ളിൽ വസൂരി വന്ന് വിറച്ച് ഇവിടെ വരേണ്ടി വരും. എന്നെ പരീക്ഷിക്കരുത്. പുള്ളി വാളൊക്കെ എടുത്ത് നമ്മുടെ തലയുടെ മേലെ കൂടെ കിടക്കും. ഭയപ്പെടുത്താനുള്ള എല്ലാ ടെക്നിക്കും പുള്ളി കാണിച്ചുകൊണ്ടിരുന്നു. അവസാനം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ. എന്നിട്ട് പുള്ളി പറഞ്ഞു ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ 21 ദിവസത്തിനുള്ളിലും എന്നെ കാണേണ്ടി വരും, സ്വപ്നം കാണും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ വല്ലതും കാണുകയാണെങ്കിൽ അന്ന് ഞാൻ ഇങ്ങോട്ട് വരാമോ. എനിക്ക് യാതൊരു ഇതും തോന്നിയില്ല. ഞാൻ അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് പുള്ളി കുറേ ബഹളമൊക്കെ വെച്ചു. അവസാനം ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഇങ്ങനെയൊന്നും ചാടുന്നതൊന്നുമല്ല. അതുകൊണ്ട് ഈ വിശ്വാസമൊന്നും കണ്ടിട്ട് യാതൊരു ഭയവും എനിക്കില്ല, വരേണ്ടത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോയി. ഞാനിതെല്ലാം കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അറിയുന്നത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം. പുള്ളീനെ പോലീസുകാർ പിടിച്ചോണ്ട് പോയി. പറഞ്ഞു മനസ്സിലായി? അത് മറ്റു ചില ക്രമക്കേട് നടത്തിയിട്ട്. ഇങ്ങനെയൊക്കെയുള്ള ചില കോപ്രായങ്ങളൊന്നും കണ്ട് ഭയക്കരുത്. നമ്മൾ ധാർമ്മികമായ അറിവ് കൊണ്ട് ഉയരുക. പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായില്ലേ? അറിവ് കൊണ്ട് ഉയരുക. നമ്മുടെ അറിവില്ലായ്മയാണ് ഇന്ന് പലരും മുതലെടുക്കുന്നത്. ശരിയായ ഭക്തി അത് ശരിയായി പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഓരോ ആചാരങ്ങളെയും എന്താണ് എന്ന് കൃത്യമായി നമ്മൾ
ചോദിച്ച് മനസ്സിലാക്കി പഠിച്ച് മാത്രമേ പിന്തുടരാവൂ, ഇല്ലെങ്കിൽ അനുകരണമായി മാറും. പറഞ്ഞ ആശയം മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മുടെ പൂർവികന്മാർ എന്തിനാ പിന്നെ ഈ ആചാരങ്ങൾ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ, ഈ ആചാരങ്ങൾ, ശരിയായ ആചാരങ്ങൾക്കൊക്കെ അർത്ഥമുണ്ട്. ഈ അർത്ഥത്തിലൂടെ ആചാരത്തെ അറിയണം. ആ അർത്ഥത്തെ അറിഞ്ഞ് അതിലേക്ക് എത്തണം. ഇവിടെ നമ്മൾ ചോദിച്ചു, ശിവഭഗവാൻ എന്തുകൊണ്ടാണ് ചുടല ഭസ്മം പൂശിയത്? ഇന്ന് ശിവരാത്രി ആയിട്ട് അതും കൂടിയൊക്കെ പറയാം. ഇവിടെ സാക്ഷാൽ മഹാദേവൻ തന്നെ അഗ്നിദേവന് കൊടുത്തിട്ടുള്ള അനുഗ്രഹമുണ്ട്. അതായത് താരകാസുരൻ എന്നൊരു അസുരനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ശിവൻ പാർവതിയെ വിവാഹം കഴിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകുന്നത്. താരകാസുരൻ എന്ന് പറയുന്ന അസുരൻ, ഈ നമ്മളിന്നലെ ദക്ഷയാഗം പറഞ്ഞത്, സതീദേവി വേറിട്ട് പോയി കഴിഞ്ഞപ്പോൾ ശിവൻ ധ്യാനത്തിലേക്ക് പോയി. ഈ സമയം നോക്കി താരകാസുരൻ ഒരു വരം നേടി ബ്രഹ്മാവിൽ നിന്ന്, ശിവപുത്രനല്ലാതെ ആരും എന്നെ വധിക്കരുത്. കാര്യം എന്താ? ശിവന് ഭാര്യയില്ല, അപ്പൊ അദ്ദേഹത്തിന് പുത്രൻ ഉണ്ടാവില്ല എന്ന് ധരിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് ദേവന്മാരെല്ലാവരും കൂടി ശിവനെ കൊണ്ട് പാർവതി ദേവി വിവാഹം കഴിപ്പിക്കുന്ന രീതിയിൽ പാർവതി ദേവി സാക്ഷാൽ മഹാദേവി ഹിമവാന്റെ പുത്രിയായി ജനിച്ച് ഭഗവാനെ ശുശ്രൂഷിച്ച് ഭഗവാനെ വിവാഹം കഴിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു. ഇങ്ങനെ എത്തിച്ച സമയത്ത് ഭഗവാന്റെ രേതസ്സിനെ ആദ്യമേ സുബ്രഹ്മണ്യനായിട്ട് വഹിക്കുന്നത് അഗ്നിദേവനാണ്. ആ അഗ്നിദേവൻ താൻ അറിയാതെ ഭഗവാന്റെ രേതസ്സിനെ വഹിച്ചത് കൊണ്ട് പാർവതി ദേവി അഗ്നിദേവനെ ഒന്ന് ശപിച്ചു. നീ എന്ത് മാലിന്യവും തിന്നുന്നവനായി പോകട്ടെ, ആര് തന്നാലും നീ അത് കൊണ്ടു നടക്കുന്നവനായി പോട്ടെ എന്ന് പറഞ്ഞു. ഈ സമയത്ത് ശിവൻ പറഞ്ഞിട്ടാണ് താൻ ഈ കർമ്മം ചെയ്തത് കൊണ്ട് അഗ്നിദേവൻ നേരെ ശിവന്റെ അടുത്ത് ചെന്നു. ഭഗവാനെ, മഹാദേവി എന്നെ ഇങ്ങനെ ശപിച്ചു, ഇതിൽ നിന്ന് എന്നെ മുക്തമാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ദേവിയുടെ ശാപം മാറ്റാൻ എന്നെ കൊണ്ട് പറ്റില്ല, പക്ഷെ പകരം ഈ മാലിന്യങ്ങൾ എന്ത് നിന്നിൽ വന്നാലും ഈ മാലിന്യങ്ങളൊന്നും നിന്നെ മലിനമാക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ മാലിന്യങ്ങളൊന്നും നിന്നെ മലിനമാക്കില്ല, പകരം സർവ മാലിന്യത്തെയും ശുദ്ധീകരിക്കാൻ നിനക്ക് സാധിക്കും. നമ്മൾ പഞ്ചഭൂതങ്ങൾ 5 ഉണ്ടല്ലോ അല്ലേ? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഈ 5 അഗ്നിയെ ഒഴിച്ച് ബാക്കി 4 മലിനമാക്കാൻ പറ്റില്ലേ? പറ്റില്ലേ? പറ്റും. ആകാശത്തെ മലിനമാക്കാൻ പറ്റും, വായുവിനെ മലിനമാക്കാൻ പറ്റും, ജലത്തെ മലിനമാക്കാൻ പറ്റും, അല്ലേ? ഭൂമിയെ മലിനമാക്കാൻ പറ്റും. നമ്മളിതൊക്കെ തെളിയിച്ചതാണ്. സംശയമുണ്ടോ? ഇതൊക്കെ തെളിയിച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടെ ജീവിക്കുന്നത്, അല്ലേ? നമ്മൾ വായുവിനെ എന്നേ മലിനമാക്കി. എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡും പുകയും ഈ മിഷറികളും അതിൻ്റെയൊക്കെ രാസവസ്തുക്കളും കൊണ്ട് അതിലൂടെ ആകാശത്തെ മലിനമാക്കി. ജലത്തിനെയൊക്കെ നമ്മൾ എത്രയോ മാലിന്യം വലിച്ചെറിഞ്ഞ് എത്രയോ പുഴയും തോടും ഒക്കെ ഇന്ന് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചു. ഭൂമിയിലേക്ക് നമ്മൾ എത്ര മാലിന്യം വലിച്ചില്ലേ, നമ്മളിതൊക്കെ ആക്കി. പക്ഷെ അഗ്നിയെ മലിനമാക്കാൻ സാധിക്കുമോ? ഈ അഗ്നിയിലേക്ക് നിങ്ങൾ എന്ത് മലിന വസ്തു ഇട്ട് നോക്കെ, ഇട്ട് കഴിഞ്ഞാൽ അഗ്നി എന്ത് ചെയ്യും? അതിനെ ശുദ്ധീകരിക്കും, അല്ലേ? അതിനെ കത്തിച്ച് ഭസ്മമാക്കി മാറ്റും. ഏത് വസ്തുവിനെ കൊടുത്താൽ അഗ്നി എന്ത് ചെയ്യും? അതിനെ ഭസ്മീകരിക്കും. അപ്പോ അങ്ങനെ എന്ത് വസ്തു സമർപ്പിച്ചാലും അതിനെ ശുദ്ധമാക്കും എന്നാണ് അഗ്നിക്ക് ആര് കൊടുത്ത അനുഗ്രഹം? ശിവൻ കൊടുത്ത അനുഗ്രഹം. ഈ അഗ്നിയിലേക്കല്ലേ ജഡം വെച്ച് കത്തിക്കുന്നത് നമ്മൾ, അല്ലേ? അപ്പൊ ആ ജഡം വെച്ച് കത്തിച്ചു കഴിഞ്ഞാൽ അഗ്നിയിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ പിന്നെ ജഡത്തിന് അശുദ്ധി ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഭഗവാൻ തന്നെ കൊടുത്ത വരവാണ്, അതിന് പിന്നെ അശുദ്ധി ഉണ്ടോ? അശുദ്ധിയില്ല. അതുകൊണ്ടാണ് ചുടല ഭസ്മം മഹാദേവൻ ധരിക്കുന്നത്. ഒരു കാര്യം. ഇനി രണ്ടാമത്തത്, സർവം ശിവത്വം എന്നൊരു വാക്കുണ്ട് ശിവനില്. മംഗളത്വത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ഞാനെന്ന ഭാവം പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ട് ഇല്ലാതാവണം. നമ്മളൊക്കെ ഞാനെന്ന ഭാവത്തിൽ അഹങ്കരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ ശരീരത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ? ആണോ അല്ലേ? ഈ ശരീരത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലേ? നമ്മൾ ഈ ഞാനെന്ന് പറയുമ്പോൾ നമ്മൾ 2 തരത്തിലാവുന്നു. ഒന്ന് നെഞ്ചത്തെ കൈവെക്കും, അല്ലെങ്കിൽ ഈ വിരൽ ചുണ്ടും. മനസ്സിലാവുന്നുണ്ടോ? ഈ ഞാനെന്ന ഭാവം നമ്മൾ ആ നിൽക്കുന്ന അഹന്ത പരിപൂർണമായും, ഈ അഹന്തയൊക്കെ ചുടല വരെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ആർക്കെങ്കിലും ഉണ്ടോ? ഈ ജീവൻ ഈ ശരീരത്തിൽ നഷ്ടപ്പെടുന്നത് വരെ ഞാനെന്ന അഹങ്കാരമുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ അഹന്തയുണ്ടോ? ഈ ശരീരം ശാശ്വതമല്ല. ശാശ്വതമല്ലാത്ത ശരീരത്തെ കൊണ്ടാണ് അഹങ്കരിക്കുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ഈ ശരീരത്തിന്റെ ഗതി ഇതുപോലെ ഒരു ഭസ്മമായി മാറാൻ മാത്രമുള്ളതാണ് ഈ ശരീരമെന്ന ബോധം നമുക്ക് പകർന്നു തന്നുകൊണ്ട് അഹങ്കാരമില്ലാത്തവരായി ജീവിക്കാനും
നമ്മളെ പ്രേരിപ്പിക്കുകയാണ് ഭഗവാൻ ചുടലഭസ്മം ധരിക്കുന്നതിലൂടെ. മനസ്സിലാവുന്നുണ്ടോ? അരെ നമ്മളെ മുമ്പിൽ കാട്ടിത്തരികയാണ്, നിന്നേക്കാളും വലിയ അഹങ്കാരി ഇതോ കത്തി കിടക്കുന്നത്, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇന്നലെ വരെ മീശ വിരിച്ചവനും, ഇന്നലെ വരെ മസിൽ വിരിപ്പിച്ചവനും, ഇന്നലെ വരെ നാക്കുകൊണ്ട് നാട്ടുകാരെ മുഴുവൻ വെല്ലുവിളിച്ചവനും, ഇന്നലെ വരെ കാലുപൊക്കി ചവിട്ടാൻ വന്നവനും, ഇന്നലെ വരെ ഞാൻ വലിയ ദാതയാണെന്ന് പറഞ്ഞവനും, ഇന്നലെ വരെ ഞാൻ സുന്ദരനാണെന്ന് പറഞ്ഞവനും, ഇന്നലെ വരെ ഞാൻ പണക്കാരനാണെന്ന് പറഞ്ഞവനും, ഇന്നലെ വരെ ഞാനാണ് ഇവിടുത്തെ കേടി എന്ന് പറഞ്ഞവനും ഒക്കെ ചുടുകാട്ടി ചെന്നാൽ എന്തായി മാറും? എന്തായി മാറും? ഒരു പിടി ചാമ്പലായി മാറും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നാളെ ഒരു പിടി ചാമ്പലായി മാറേണ്ട നമ്മൾ ഈ അഹങ്കാരം കൊണ്ട് നടക്കുന്നത് കൊണ്ടും മനുഷ്യനെ വെറുപ്പിക്കുന്നത് കൊണ്ടും ഈ സമൂഹത്തിൽ തെറ്റ് ചെയ്യുന്നത് കൊണ്ടും അധാർമികമായി ജീവിച്ച് അഹങ്കാരത്തിന്റെയും ഗർവ് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഫലമുണ്ടോ? ഈ അഹങ്കാരം കൊണ്ട് കാണിച്ച് എന്തെങ്കിലും നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? ഒന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ ഉപേക്ഷിച്ച് ഈ അഹങ്കാരത്തെയും ഈ ദേഹബോധത്തെയൊക്കെ ഉപേക്ഷിച്ച് ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ, ഒരു നല്ല ആത്മീയ ചിന്തയില് ഈശ്വരീയ ചിന്തയില് മനഃശുദ്ധിയോടുകൂടി ജീവിക്കാൻ പ്രേരിപ്പിക്കൽ കൂടിയിട്ടാണ് എന്ത് ചുടലഭസ്മം ധരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അങ്ങനെയുള്ള ശിവന് മൂന്നാമതൊരു കണ്ണുണ്ട്. എന്താ ഭഗവാന്റെ മൂന്നാമത്തെ കണ്ണ്? നമ്മൾ ഈ കാണുന്ന കണക്കുള്ള രണ്ട് കണ്ണന്റെ കണക്കൊരു കണ്ണല്ലത്. ആ കണ്ണ് ഒരേ ഒരു തവണ മാത്രമേ ശിവൻ തുറന്നിട്ടുള്ളൂ. എപ്പോഴാ ആ കണ്ണ് തുറന്നിട്ടുള്ളത്? മഹാദേവൻ മൂന്നാമത്തെ കണ്ണ് തുറന്നിട്ടുള്ളത് എപ്പോഴാ? ഒരൊറ്റ തവണ തുറന്നിട്ടുള്ളൂ. എപ്പോഴാ? പാർവതി പരിണയത്തിന് പ്രേരണയാകാൻ വേണ്ടി കാമദേവൻ വന്ന് അസ്ത്രം ചെയ്യുമ്പോൾ കാമദേവനെ ഭസ്മീകരിക്കാൻ വേണ്ടി മാത്രമാണ്. കാമൻ എന്ന് പറഞ്ഞാൽ അമിതമായ ആഗ്രഹം. ആഗ്രഹങ്ങളെയാണ് കാമം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ മലയാള ഭാഷയിലുള്ള അർത്ഥമല്ല എടുക്കേണ്ടത്. ഇവിടെ കാമം എന്ന് പറഞ്ഞാൽ മോഹങ്ങളാണ്. നമ്മൾ ഉച്ചയ്ക്കും പറഞ്ഞല്ലോ, മോഹങ്ങളും ആഗ്രഹങ്ങളും ഉപേക്ഷിക്കേണ്ടതാണ്. മനസ്സിലായോ? ഈ മോഹങ്ങളും ആഗ്രഹങ്ങളെയും ജ്ഞാനം കൊണ്ട് ശുദ്ധീകരിക്കണം. അതിന് നമ്മൾ അടിമപ്പെടരുത്. അതുകൊണ്ടാണ് ശിവൻ കാമത്തെ തൻ്റെ ജ്ഞാനാഗ്നി കൊണ്ട് കത്തിച്ചു. ഇവിടെ ശിവന്റെ തൃക്കണ്ണെന്ന് പറയുന്നത് ജ്ഞാനമാണ്, അറിവാകുന്ന കണ്ണാണ്. അത് മനസ്സിലായില്ലേ? അതിൽ നിന്ന് പുറത്തോട്ട് വന്ന അഗ്നി എന്ന് പറയുന്നത് നമ്മൾ അടുപ്പിൽ നിന്ന് വരുന്ന തീയല്ല, നമ്മൾ വിളക്ക് കത്തിക്കുമ്പോഴുള്ള തീയല്ല, ജ്ഞാനമാകുന്ന അഗ്നിയാണ്. ജ്ഞാനത്തിന് അഗ്നി എന്നൊരു അർത്ഥമുണ്ട്. എന്താ കാരണം? ജ്ഞാനം ശുദ്ധീകരിക്കുന്നതാണ്. അഗ്നിയും ശുദ്ധീകരിക്കുന്നതല്ലേ? മുമ്പേ പറഞ്ഞാൽ അഗ്നിയും ശുദ്ധീകരിക്കും. ജ്ഞാനം എന്തിനെ ശുദ്ധീകരിക്കും? അജ്ഞാനത്തെ മാറ്റി അല്ലേ ശുദ്ധമാക്കും. അപ്പോ ജ്ഞാനമാകുന്ന കണ്ണ് ശിവനുണ്ട് എന്ന് നമ്മൾ പഠിക്കേണ്ടത്. ആ ശിവനെ പ്രാർത്ഥിക്കുന്ന നമുക്കും ഇതുപോലെ ഒരു കണ്ണുണ്ടാവണം. ഈ പ്രകൃതിയിൽ കാണുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളെയും സത്യമാണോ അസത്യമാണോ എന്ന് തിരിച്ചറിയാൻ, ഏതാണ് നിത്യമായത്, ഏതാണ് അനിത്യമായത്, ഏതാണ് ധർമ്മം, ഏതാണ് അധർമ്മം എന്നറിയാനുള്ള ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഉൾക്കാഴ്ച, ഒരു ഉൾക്കണ്ണ് നമുക്ക് വേണോ വേണ്ടേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേണം. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ഈ വിദ്യാഭ്യാസം തുടങ്ങുന്ന സമയത്ത് അന്നത്തെ മുത്തശ്ശിമാര് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ചെറിയ പദ്യമുണ്ട്. ഇതൊക്കെ കേൾക്കാൻ സാധിച്ചാൽ മഹാഭാഗ്യമായിരുന്നു. പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ അറിവിന്റെ നിറകുടമാണ്. അവർ യൂണിവേഴ്സിറ്റിയിലൊന്നും പോയി പഠിച്ചിട്ടില്ല, പക്ഷെ അവർക്ക് അറിവ് ഭയങ്കരമായിരുന്നു. അവർ പണ്ട് പറയുമായിരുന്നു, പുറംകണ്ണ് തുറപ്പിക്കാൻ പുലർക്കാലെ. കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? നിങ്ങളൊക്കെ ന്യൂജനാണ്. ഞങ്ങളൊക്കെ പുതിയ ന്യൂജൻ ആൾക്കാരാണ്. ഇച്ചിരി മുടി നനച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞങ്ങൾക്കൊക്കെ 16 വയസ്സേ ഉള്ളൂ. അങ്ങനാണോ? പ്രായമുള്ളവർ പോലും മിണ്ടുന്നില്ല, കുഞ്ഞൊക്കെ ഇരിക്കുകയാണ്. ഇപ്പൊ നേരെ മറിച്ച് ലജ്ജാവതി നിന്നെ കള്ളക്കടക്കട എന്ന് പറഞ്ഞ ബാക്കി ഇപ്പൊ തിരിച്ചു പാടിയല്ലേ, അല്ലെങ്കിൽ രാക്ഷസി എന്നൊക്കെ പറഞ്ഞപ്പോ തിരിച്ചു പാടിയല്ലേ അല്ലേ? ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. പോട്ടെ. പുറംകണ്ണ് തുറപ്പിക്കാൻ പുലർക്കാലെ അംശുമാൻ. മനസ്സിലായില്ലേ? പുറംകണ്ണ് തുറപ്പിക്കാൻ പുലർക്കാലത്ത് ആര് വരും? അംശുമാൻ. ആരാ അംശുമാൻ? സൂര്യൻ അല്ലേ? പുറംകണ്ണ് തുറപ്പിക്കാൻ പുലർക്കാലെ അംശുമാൻ. അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാനോ
ബാല്യത്തിലെത്തണം. അകക്കണ്ണ് തുറപ്പിക്കുക. മനസ്സിലായില്ലേ? വിദ്യാഭ്യാസം എന്തിനാ? അകക്കണ്ണ് തുറപ്പിക്കാൻ. ആശാൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ അധ്യാപകനെയാണ് ആശാൻ എന്ന് പറയുന്നത്. അപ്പൊ അകക്കണ്ണ് തുറക്കണം. നമ്മളൊക്കെ ജീവിതത്തിൽ അകക്കണ്ണ് തുറക്കണം. സത്യത്തെ തിരിച്ചറിഞ്ഞ് ശരിയായ ജീവിതം തിരിച്ചറിയാൻ, ശിവത്വത്തിലേക്ക് എത്താൻ, ജീവിതത്തിൽ നമ്മൾ മംഗളകരമല്ലാത്ത അവസ്ഥയിലേക്ക് അധപ്പതിക്കാതിരിക്കണമെങ്കിൽ നമ്മളിൽ എന്തുണ്ടാവണം? മൂന്നാമത് കണ്ണ് വേണോ വേണ്ടേ? വേണോ? അതിന്റെ അർത്ഥത്തിൽ നാളെ എല്ലാവരും ഇവിടെ കരിവെച്ച് കണ്ണ് വരച്ചുകൊണ്ട് നടക്കണം നല്ല പറഞ്ഞതിനർത്ഥം. ഉള്ളിലൊരു കണ്ണുണ്ടാവണം. കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണതിനും കണ്ണായിരുന്ന പൊരുതാനന്ദുറയ്ക്കുമളവാനന്ദമെന്തു ഹരി നാരായണായ നമ എന്ന് ഹരിനാമകീർത്തനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ അകക്കണ്ണാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശത്തിൽ പറയും, കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതര വീണ് വണങ്ങിയോതിടേണം. പുറമേയുള്ള 5 കണ്ണുകൾ, അവിടെ 5 കണ്ണെന്ന് പറഞ്ഞാൽ അപ്പൊ 5 കണ്ണുണ്ടോ മനുഷ്യന്? ഉണ്ട്. പുറമേ ചിന്തിക്കുമ്പോൾ 5 കണ്ണ്, അകത്തേക്ക് 1 കണ്ണ്. മനസ്സിലാവുന്നുണ്ടോ? പുറമേ ഉള്ള 5 കണ്ണ് ഏതൊക്കെയാ? 5 ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് അകക്കണ്ണ് തുറന്ന് അകമേയുള്ള ഈശ്വരനെ അറിയുക. അതാണ് ശിവത്വം. അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. പഞ്ച ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ശിവനെ ഭജിച്ച് ശിവനായി തീരുന്ന രാത്രിയാണ് ശിവരാത്രി. അതൊരാശയം മനസ്സിലായോ? അപ്പൊ അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോന്നിന്റെയും അർത്ഥം മനസ്സിലാക്കി നിഷ്ഠയോടുകൂടി പോകാൻ നമുക്ക് സാധിക്കണം.